ഹായ് കൂട്ടുകാരെ, ഈ വർഷത്തെ ഫസ്റ്റ് ടേം EVS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസിൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനുവും കൂട്ടരും വിവിധതരം സസ്യങ്ങളെക്കുറിച്ചൊരു മാഗസിൻ തയ്യാറാക്കുകയാണ്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്ററ്റ്. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിനകത്തെ ബബിളിനകത്ത് ആ സസ്യത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് റെഡ് കളർ ഫോർ സെറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാറ്റിക് പ്ലാന്റ്സ്. ഇപ്പോൾ തന്നിട്ടുള്ളതിൽ സെറോഫൈറ്റ്സ് എന്താണ്? മരുരൂഹങ്ങളാണ്, മരുഭൂമിയിലെ സസ്യങ്ങൾ. അക്വാറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജലസസ്യങ്ങൾ. അപ്പോൾ സെറോഫൈറ്റ്സിന് നമ്മൾ റെഡ് കളറും അക്വാറ്റിക് പ്ലാന്റ്സിന് നമ്മൾ ബ്ലൂ കളറും കൊടുക്കുന്നു. ബി, ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. മത്സ്യത്തിന് ജലത്തിൽ നീങ്ങുന്നതിന് സഹായകമായിട്ടുള്ള ശരീരാകൃതിയാണുള്ളത്. ഫ്രം ദ ടേംസ് ഗിവൻ ബിലോ, തന്നിരിക്കുന്ന ടേംസുകൾക്കനുസരിച്ച് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. തന്നിരിക്കുന്നതിൽ ഏതാണ് ഫിഷിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷൻസ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മളിവിടെ 1 മുതൽ 4 വരെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായതിന് നേരെ ടിക്ക് മാർക്കും തെറ്റിയതിന് നേരെ ഇൻറ്റു മാർക്കും അവിടെ നിന്ന് പെൻസിലോട് തന്നെ മാർക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നാമത് ഷേപ്പ് ഓഫ് ഫിഷ് ആൻഡ് ടെയിൽ ഫിൻ. മത്സ്യത്തിൻ്റെ ആകൃതി നമ്മൾ പഠിച്ചിട്ടുണ്ട്, തോണിയുടെ പോലെയാണ്, ബോട്ട് ഷേപ്ഡ് ബോഡിയാണ് അല്ലേ. അപ്പോൾ അത് മത്സ്യത്തിനെ മൂവ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്നുണ്ട്, അത് ശരിയായ പോയിന്റാണ്. രണ്ടാമത് ഗിൽ ആൻഡ് കളർ. ഗില്ല് മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ്, അത് മൂവ്മെൻറ്റിന് സഹായിക്കുന്നതല്ല. സീ വാട്ടർ, റിവർ വാട്ടർ, അത് രണ്ടും മൂവ്മെൻറ്റിന് സഹായകമായിട്ടുള്ള പോയിന്റ് അല്ല. അവസാനത്തേത് സ്ലിപ്പറി ബോഡി ആൻഡ് ഫിൻസ്, അത് മത്സ്യത്തിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ 1 and 4. അപ്പോൾ ABCD എന്നതിൽ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സി, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ദ ബോക്സ് ഗിവൻ ബിലോ. എ ഫോറസ്റ്റ്, ബി പോണ്ട്, സി ഡി ഡിസേർട്ട്. തന്നിരിക്കുന്നതിൽ കൂടുതൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 എണ്ണവും എക്കോസിസ്റ്റമാണ്, ആവാസ വ്യവസ്ഥകളാണ്. അതിൽ പോണ്ട് മാത്രം ചെറിയ ആവാസ വ്യവസ്ഥയും മറ്റു 3 എണ്ണവും വലിയ ആവാസ വ്യവസ്ഥകളുമാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 ബി, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ. ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദയർ സ്പെസിഫിക് എൻവിറോൺമെൻറ്റ്. ജീവികൾക്ക് അവയുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ ശാരീരിക പ്രത്യേകതകളാണുള്ളത്. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് ഇനേബിൾ ദം ടു ലീവ് ഇൻ ദയർ സ്പെസിഫിക് എൻവിറോൺമെൻറ്റ്. മത്സ്യത്തിൻ്റെയും ക്യാമലിൻ്റെയും അഡാപ്റ്റേഷൻസ് എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എബിലിറ്റി ടു സ്റ്റോർ ഫാറ്റ് ഇൻ ഹംസ്, റെഡ്യൂസ്ഡ് സ്വെറ്റിംഗ്, തിക്ക് ഫർ, long legs, wide and padded feet, tough mouth lining. ഫിഷിൻ്റെത് ബോട്ട് ഷേപ്ഡ് ബോഡി, സ്ലിപ്പറി ബോഡി, fins and tail fin help to swim in water, gills help to breathe in water. B, observe the situations in the following pictures. From it list out the harmful effects of demolition of hills and reclamation of paddy fields. Demolition of hills അഥവാ കുന്നിടിക്കൽ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യത്തെ കുളത്തിൽ എഴുതേണ്ടത്. Organisms lost their habitat, natural calamities occur, climate change, plants perish. അടുത്തത് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, വയൽ മണ്ണിട്ട് നികത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ, ഫാം ലാൻഡ്സ് ഡിസപ്പിയർ, ഫാം പ്രൊഡക്ഷൻ റെഡ്യൂസസ്, മെനി ഓർഗാനിസംസ് ആർ ഡിസ്ട്രോയിഡ്. സി, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എ, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. ബി, പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റൈൻ ലൈഫ് ഓൺ എർത്ത്. സി, an ecosystem is a combination of living and non-living components. D, there are natural and man-made ecosystems. ഇവിടെ തന്നിരിക്കുന്നവയിൽ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ലോഗൻ ഏതാണെന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ഉത്തരം ബി, പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ആക്ടിവിറ്റി 2, സോയിൽ പൊല്യൂഷൻ്റെ കാരണങ്ങളും അവ ബാധിക്കുന്ന ജീവികളുടെ പേരും അതിനാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന് എന്തെല്ലാം ദോഷങ്ങളുണ്ടാവും എന്നുമാണ് പട്ടികപ്പെടുത്തേണ്ടത്. ഒന്നാമത്തേത് റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, ഡംപിംഗ് ഓഫ് പ്ലാസ്റ്റിക്, മൈനിങ്, ഡംപിംഗ് ഓഫ് ഇ വേസ്റ്റ്, ആസിഡ് റെയിൻ. രണ്ടാമത് ഓർഗാനിസംസ് എഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, എർത്ത് വാം, ക്രാബ്സ്, സ്മോൾ ഓർഗാനിസംസ്, ഇൻസെക്ട്സ്, ഹ്യൂമൻസ്. മൂന്നാമത്തത് അതുകൊണ്ടുള്ള ദോഷങ്ങൾ, ഡിക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി, വാട്ടർ പൊല്യൂഷൻ, ഹാംസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ബി, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഏത് തരത്തിലുള്ള മലിനീകരണമാണെന്ന് കണ്ടെത്തി എഴുതണം. ഒന്നാമത്തത് എയർ പൊല്യൂഷൻ, രണ്ടാമത്തത് വാട്ടർ പൊല്യൂഷൻ. ആക്ടിവിറ്റി 3, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് കുരുമുളക്, ഏലം മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി പോലുള്ള തുണിത്തരങ്ങൾക്കും വേണ്ടിയിട്ടാണ്. Gradually, they started industries after receiving privileges from the local rulers. പിന്നീടവർ നാട്ടുരാജാക്കന്മാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. Various regions of India were ruled by local rulers.
അക്കാലത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. They fought with each other and it made matters easier for the British. നാട്ടുരാജാക്കന്മാർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി. Gradually agriculture, trade and the kings came under the control of the foreigners. പിന്നീട് കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. Using improved weapons like cannons and guns and warfare tactics, ആധുനിക പീരങ്കിയും തോക്കും ഒക്കെ ഉപയോഗിച്ച് they subdued the natives and the local rulers. നാട്ടുരാജാക്കന്മാരെയും നാട്ടുകാരെയും ബ്രിട്ടീഷുകാർ വരുതിയിലാക്കി. Over time, the British gained control over all parts of India. For the next 200 years, India was under their control. കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടുകയും പിന്നീടുള്ള 200ഓളം വർഷം അവർ ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ നോക്കി കറക്റ്റ് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ദ ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? ഫോർ വാർ, to have trade with local rulers, to buy spices and textiles, to start industries. അതിൽ ഉത്തരം വരുന്നത് സി ആണ്. ബി, when the British came to India, India was divided into princely states. Right, true or false? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കഴിയുകയായിരുന്നു. ഇത് ശരിയോ തെറ്റോ എന്നാണ് എഴുതേണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ആയിട്ട് രൂപപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണ്, ട്രൂ എന്നാണ് എഴുതേണ്ടത്. സി, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ വരുതിയിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം അന്ന് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദ ലോക്കൽ റൂളേഴ്സ് വർ ഫോട്ട് വിത്ത് ഈച്ച് അതേഴ്സ് ആൻഡ് ഇറ്റ് മെയ്ഡ് മാറ്റേഴ്സ് ഈസിയർ ഫോർ ദ ബ്രിട്ടീഷ്. ആ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ഭിന്നിപ്പ് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി. ഇന്ത്യ അവരുടെ കൈപ്പിടിയിലാവുകയും ചെയ്തു. അടുത്തത്, ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2 centuries. അടുത്തത്, ആക്ടിവിറ്റി 4. ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദീസ് 2 ഫ്രീഡം സ്ട്രഗിൾസ്. സാൾട്ട് സത്യാഗ്രഹയെക്കുറിച്ചും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചും ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രാഞ്ചിയർ ഗാന്ധി? ആരാണ് അതിർത്തി ഗാന്ധി എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അടുത്തത്, ഇന്ത്യയുടെ മാപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ആർ ദ 2 states ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് 5 states? ഉത്തരം മധ്യപ്രദേശ്, ജാർഖണ്ഡ്. അടുത്തത്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാൻ. അടുത്തത്, വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഉത്തരം അറേബ്യൻ സീ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലുമാണുള്ളത്. താഴെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഉള്ളത്. ഡി, ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നത് 4 സംസ്ഥാനങ്ങളാണ്. ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും. മറ്റ് 2 സംസ്ഥാനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒഡീഷ, തമിഴ്നാടു. അതുപോലെ തന്നെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം മുതൽ ഗുജറാത്ത് വരെ 5 സംസ്ഥാനങ്ങളുണ്ട്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 5 സംസ്ഥാനങ്ങളാണ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അടുത്ത ചോദ്യം, ഇ, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇവിടെ തന്നിട്ടുള്ള മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടുമാണ്.